എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോഴേ ജൂൺ മാസത്തിലെ വ്യാഴമാറ്റ ഫലം കുംഭം രാശിക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, എന്നാലും അത്ര ബെറ്റർ കണ്ടീഷനൊന്നും ആവില്ല. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചെറിയ ചെറിയ അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് കടന്നു വരാം. ആ സമയത്ത് കൃത്യമായ ഔഷധ സേവയും കൃത്യമായ ഭക്ഷണ ശൈലിയും അല്ലെങ്കിൽ ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചാൽ നമ്മുടെ ആ ഒരു പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ പുതിയ വീടും സ്ഥലവും ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അതിനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നമുക്ക് ആ തടസ്സങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും കേട്ടോ. ബിസിനസ് രംഗത്തുള്ളവർക്ക് ചെറുതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളോ ചെറിയ ചെറിയ ഓരോരോ സ്ട്രഗിളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള മനസ്ഥിതിയോടെ മുന്നോട്ട് പോയാൽ നമുക്കതിനെയെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷം കേട്ടോ. മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളൊക്കെ ബിസിനസ്സുകാർക്ക് ഉണ്ടാകുമെങ്കിൽ പോലും അതിനെയെല്ലാം നമുക്ക് തരണം ചെയ്യുന്നതിനും അല്ലെ അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാനൊക്കെയുള്ള ഒരു അവസ്ഥ നമുക്ക് കടന്നു വരുന്ന ഒരു വർഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്തൊരു കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ള പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മൈൻഡ് കാൽക്കുലേഷൻ നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നമ്മളെ ഒന്നും ബാധിക്കത്തില്ല കേട്ടോ. അപ്പോൾ എനിക്കിനി പ്രശ്നമാണ് എന്ന് വിചാരിക്കേണ്ട, നമ്മൾ നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് നല്ല വിജയം തന്നെ ബിസിനസ് രംഗത്തുനിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ലേശം വൈകുമെങ്കിലും അതിനുവേണ്ടി നമ്മളൊന്ന് കിണഞ്ഞു പരിശ്രമിച്ചാൽ വേഗം നടക്കുകയും ചെയ്യും കേട്ടോ. ഒരുപാട് കാലതാമസമൊക്കെ നേരിട്ട് ഒരുപാട് പ്രായമൊക്കെ ആയിട്ട് നടക്കാതിരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വേഗം നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. അതല്ലാതെ പെട്ടെന്ന് ശ്രമിക്കുന്നവർക്ക് ചെറിയൊരു കാലതാമസമൊക്കെ വരുമെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് അത് വേണ്ടവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിവാഹ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുക തന്നെ ചെയ്യും. അതിനകത്തൊന്നൊരു വിഷമം വിചാരിക്കേണ്ട. ദാമ്പത്യ കാര്യങ്ങളിൽ പരസ്പരം സ്വരച്ചേർച്ചയില്ലായ്മ ചെറിയ ചെറിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ചെറിയ ചെറിയ കുഞ്ഞു ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല, എന്നൊക്കെ അതങ്ങ് പൊക്കോളും കേട്ടോ. ചെറുതായിട്ടുള്ള ദാമ്പത്തിക കലഹങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും പരസ്പരമുള്ള വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടൊക്കെ അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടെങ്കിലും വരവിന് കൂടുതൽ ചെലവുണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കയ്യിൽ വരുന്ന പൈസ വളരെ സൂക്ഷിച്ച് നമ്മൾ കൃത്യതയോടെ ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി വെച്ച് ചിലവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മറ്റുള്ള വരുന്നതും പോകുന്നതും ഒരുപക്ഷെ നമ്മളെ അറിയണമെന്നുണ്ടാവില്ല. തീരുമ്പോൾ മാത്രമായിരിക്കും അയ്യോ അത് കയ്യിൽ നിന്നും തീർന്നല്ലോ എന്ന് നമ്മൾ അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി വിദേശത്തേക്കൊക്കെ പോവാൻ ശ്രമിക്കുന്നവർക്ക്, വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ കുഴപ്പമില്ലാത്ത ഒരു സമയമാണ് കേട്ടോ. പെട്ടെന്ന് പോവാനൊക്കെ സാധിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനുള്ള സാധ്യതയൊക്കെയുണ്ട്. നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ചെറിയൊരു തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ നാട്ടിൽ വന്നു പോകാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ഇനി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിലെ പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മടികൊണ്ട് അതിനൊക്കെ ചെറിയ തടസ്സങ്ങളും ഭംഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ കഠിനമായി പരിശ്രമിച്ചെന്നാൽ ഉറപ്പായിട്ടും നമുക്കതിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. നമുക്ക് വിജയം വേണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊന്ന് കിണഞ്ഞു പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്കിതിൽ വിജയിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വിജയം നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം ആ കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തോറ്റു പോവോ അതൊന്നുമില്ല, നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. തൊഴിൽപരമായിട്ട് നോക്കുന്നവർക്ക് സ്വന്തമായിട്ടൊക്കെ ബിസിനസ് ആണെങ്കിൽ വലിയൊരു പൈസയൊന്നും മുടക്കാതിരിക്കുക, ഫസ്റ്റ് തുടങ്ങുന്നവരാണെങ്കിൽ കേട്ടോ. അതല്ല എങ്കിൽ നമ്മൾ തൊഴിൽപരമായിട്ട് ശ്രമിച്ചാൽ വിജയിക്കാൻ സാധിക്കുന്ന വർഷമാണ്. ജോലിക്കൊക്കെ വേണ്ടി നോക്കുന്നവർക്ക് നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കാൻ സാധ്യതയുള്ളൊരു വർഷം തന്നെയാണ്. ജോലി അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷന് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം ഇതിനൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് കേട്ടോ. അനുകൂലമായ ഒരു അന്തരീക്ഷം ജോലി കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഈ ചെറിയ ചെറിയ വിഷമതകളൊക്കെ പറഞ്ഞല്ലോ,
ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റാക്കിയാൽ മതി കേട്ടോ. ഞാൻ തോക്കില്ല, അല്ലെങ്കിൽ ഞാൻ വിജയിക്കും, ഈ വർഷം എനിക്കുണ്ടാവുന്ന പരാജയങ്ങൾ എന്ന് ചിന്തിക്കുന്നവയെല്ലാം ഞാൻ വിജയങ്ങളാക്കി മാറ്റും എന്ന് നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല, ഇതൊന്നും നമ്മളെ ബാധിക്കത്തു പോലും ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടി, ആ ഒരു മുന്നേറ്റത്തോടു കൂടി നമ്മൾ ഇതിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആകാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ്, ഒരു സമയമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ ഓലപ്പാമ്പൊന്നും കണ്ടു പേടിക്കാതെ, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അയ്യോ ഇതിന്റെ സമയദോഷത്തിന്റെ ആന്ന് പറയാതെ, ശരിക്കും മടി പിടിച്ച ആൾക്കാർക്കാണ് ഈ സമയത്തെ പഠിക്കാൻ പറ്റുള്ളൂ. ഏത് ഈ വർഷം എനിക്ക് കൊള്ളത്തില്ല, എൻ്റെ സമയം അങ്ങ് ഭയങ്കര ചീത്തയാണ്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തതെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണേ. ഈ നക്ഷത്രം അറിയില്ലാത്തവര്, സമയം പോലും അറിയില്ലാത്തവര്, അല്ല ഇതിനോട് വിശ്വാസം ഇല്ലാത്ത എത്രയോ ആൾക്കാർ ലൈഫിൽ വിജയിക്കുന്നു. അവരുടെ എല്ലാം നക്ഷത്രം ബെറ്റർ നക്ഷത്രമാണോ? അല്ല. ഈ നക്ഷത്രങ്ങളിലെ ഈ രാശികളും ഈ മാറ്റങ്ങളും ഒക്കെ അവരെയും ബാധാണ്. അപ്പൊ നമ്മുടെ മൈൻഡാണ് പ്രശ്നം. നമ്മുടെ മൈൻഡില് നമ്മൾ എൻ്റെ നാള് കൊണ്ട് ഞാൻ വിജയിക്കത്തില്ല, അല്ല എൻ്റെ സമയം കൊണ്ടാണ് ഞാൻ വിജയിക്കാത്തത്, അല്ല നിങ്ങളുടെ മടി കൊണ്ടാണ് നിങ്ങൾ വിജയിക്കാത്തത്. അപ്പൊ ആ മടിയൊന്ന് മാറ്റി വെച്ചിട്ട് നോർമൽ മൈൻഡിൽ നമ്മൾ ഇതിലേക്ക് വിജയിച്ചേ പറ്റൂ എന്ന് ചിന്തിച്ച് മുന്നോട്ട് ഇറങ്ങിയാൽ നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, നമുക്കത് വിജയിക്കാൻ പറ്റും. പ്രതിസന്ധികൾ എപ്പോഴും ഉണ്ടാവും, അല്ലെ? എല്ലാവർക്കും പ്രതിസന്ധികൾ ഉണ്ടാവും. ആ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നവർക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മളെ അതിൽ തളർത്താനും അല്ലെങ്കിൽ താത്താനും ഒക്കെ. പക്ഷെ അതില് വിജയിക്കുക എന്നത് അവരുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ വിജയിക്കണം എന്ന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താല്, ഒന്ന് ഓവർ തിങ്ക് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മൈൻഡ് ഒന്ന് സെറ്റാക്കിയാൽ നമുക്കിനി കയറി പോരാന്നേ. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും കേട്ട് ഒരിക്കലും തളരരുത്, ഒരിക്കലും നമ്മൾ പരാജയം സമ്മതിച്ചു കൊടുക്കരുത്. ഈ പരാജയം സമ്മതിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് സീരിയക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നല്ല ധൈര്യത്തോടു കൂടി, നല്ല തൻ്റെ ഇടത്തോടു കൂടി നിന്ന് തോൽക്കില്ല എന്നുള്ളൊരു ശപഥം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ജയിക്കുക. അതുപോലെ തന്നെ വാഹന യോഗമുണ്ട്, സന്താന യോഗമുണ്ട്, ഇഷ്ടപ്പെട്ട കൂട്ടുകാര് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒക്കെ ആയിട്ട് യാത്ര പോകാനൊക്കെയുള്ള യോഗങ്ങൾ ഉണ്ടാവും. പൊതുവെ ലൈഫ് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. കാരണം ഇത്രയൊക്കെ മോശം സമയങ്ങൾ നമ്മൾ പറയുമ്പോഴും നമുക്ക് ലൈഫ് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പറ്റണമെങ്കിൽ എന്താണ്, നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ പോരെ, നമുക്കിതെല്ലാം നേട്ടങ്ങളാക്കാൻ പറ്റും എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും തളർന്നു പോകാതെ, അതിലൊന്നും നമ്മൾ പരാജയം സമ്മതിക്കാതെ, അതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ള മൈൻഡിൽ തന്നെ നമ്മൾ പോകണം കേട്ടോ. അപ്പൊ ഇടയ്ക്ക് എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ വിഷമങ്ങളോ തോന്നിയാൽ മുരുകസ്വാമിക്ക് പാലഭിഷേകം നടത്തുക, പഞ്ചാമൃത നേദ്യം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൊതുവിൽ നമുക്കൊരു വിജയം അല്ലെങ്കിൽ നമുക്കൊരു നേട്ടം, ഒരു പുരോഗതിയൊക്കെ ഉണ്ടാവാൻ സഹായകമാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട കേട്ടോ. അതുപോലെ നമ്മൾ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർ, ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആവില്ല ഒരു പ്രോബ്ലം വരിക, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർ, പങ്കാളികൾ, കുട്ടികൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ചെറുതായിട്ടുള്ള അരിഷ്ടതാവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് തോന്നുവാണ് ഈ സമയം മോശമാണ് എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് ഡോക്ടറെ കാണുക, ഔഷധം സേവിക്കുക. മരുന്ന് ഡോക്ടർ ഒത്തിരി പേര് പറയാറുണ്ട്, ഞാൻ ചെന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കൊടുത്തു, അവർ കഴിക്കുന്നില്ല. അതല്ല, നമ്മൾ ഡോക്ടറെ കണ്ട ഔഷധം സേവിക്കുക. കാരണം ചെറിയ പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ആക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നേരത്തെയൊക്കെയാണ് നമുക്ക് പറയാം, നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ എല്ലാവരും തിരക്കിലാണ്, ഓട്ടത്തിലാണ്, സമയത്ത് ഫുഡ് കഴിക്കില്ല, ഉറങ്ങില്ല, എക്സസൈസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ളപ്പോൾ ഉറപ്പായിട്ട് രോഗങ്ങൾ നമ്മുടെ പുറകെ എത്തിപ്പിടിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവര് ചെറിയ വിഷയം വന്നാലും നല്ലൊരു ഉപവാസം എടുത്താൽ അങ്ങ് മാറി കിട്ടും. പക്ഷേ എന്നാലും ഡോക്ടറെ കണ്ടോളൂ. കാരണം ഇത് വെച്ച് താമസിപ്പിച്ച് ഒരു പ്രശ്നമാക്കി വെക്കണ്ട. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു മനസ്സ്, അല്ലെ അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്കിതിനെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തണം. മേലധികാരികളിൽ നിന്നൊന്നും അനിഷ്ടം വാങ്ങാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. ഇപ്പൊ ജോലി സ്ഥലത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളൊരു കാര്യം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ എങ്കിൽ പോലും അത് ചിലപ്പോൾ നമ്മളെ
ബാധിക്കാം. നമ്മളൊരു തെറ്റുകാരെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മളത് ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു വിമർശനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളത് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഭാഗത്ത് പ്രശ്നമില്ല, ഇന്ന പോലെയാണ്, നമ്മൾ ഇങ്ങനെയാണ് അത് ചെയ്തത് എന്ന് ബെറ്ററായിട്ട് നമ്മളത് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാവും. അതല്ല അവരത് പറയുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടാനൊന്നും പോകരുത്. കാരണം ഇപ്പോഴത്തെ സമയത്തിൽ പെട്ടെന്നുള്ള ഒരു ആക്ഷനൊക്കെ നമ്മൾ പെട്ടെന്ന് സഡൻ അറ്റാക്കിൽ നമ്മൾ പ്രതികരിച്ചെന്നിരിക്കാം. അപ്പം അതൊരു മാനസിക സംഘർഷത്തിനൊക്കെ ഇടയാവും കേട്ടോ. അപ്പം അതിനൊന്നും പോകരുത്. നമ്മൾ നല്ല രീതിയിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ എപ്പോൾ എവിടെ വെച്ചുണ്ടായാലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അത് വല്ലാത്തൊരു മാനസിക ക്ലേശത്തിനൊക്കെ ഇടയുണ്ടാക്കും കേട്ടോ. അപ്പോഴേ കുറച്ചൊക്കെ തമാശ പറഞ്ഞെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് കൊണ്ടെങ്കിലും, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അതൊക്കെ ഒന്ന് ഓവർകം ചെയ്തെടുക്കാനുള്ള ഒരു തൻ്റെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.